ഈ അപ്പനും അമ്മയും കൂടെ ഇവളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ആ പിതാവ് പറഞ്ഞു, ഇവൾക്കൊരു രോഗമുണ്ട്. എന്താണ് ഇവളുടെ രോഗം? ഇവൾക്ക് ശക്തമായ തലവേദനയാണ്. ഞാൻ ചോദിച്ചു, എത്ര നാളായി തുടങ്ങിയിട്ട്? 1.5 വർഷമായിട്ട് ഇവൾക്ക് ഈ രോഗമുണ്ട്. വല്ല ഡോക്ടർമാരെയും കാണിക്കാൻ പാടില്ലായിരുന്നോ? ഉടനെ അവർ പറയുന്നു, ഉത്തരം, അച്ഛൻ ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല. ഡോക്ടർമാർ ഇവളെ നോക്കി, തലയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കി, പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തി നോക്കി. പക്ഷേ അവരൊക്കെ പറയുന്നത് ഇവൾക്ക് ഒരു കുഴപ്പമില്ല എന്നാണ്. പക്ഷേ എന്താണ് ഇവളുടെ രോഗമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി താഴേക്ക് നോക്കി നിൽക്കുകയാണ്. ഞാൻ അവളുടെ പേര് വിളിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചോദിച്ചു, മുഖത്ത് നോക്കി ചോദിച്ചു, മോളെ എന്താ നിൻ്റെ രോഗത്തിൻ്റെ കാരണം? അവളൊന്നും മിണ്ടുന്നില്ല. അവൾ തല താഴേക്ക് താഴ്ത്തി. എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ ഇവളോട് സംസാരിച്ചോളാം, ഇപ്പോൾ ധ്യാനത്തിനിരിക്കട്ടെ. രജിസ്ട്രേഷൻ നടത്തി ആ കുഞ്ഞ് ധ്യാനത്തിൽ പ്രവേശിച്ചു. ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം ഞാൻ അവളെ വിളിപ്പിച്ചിട്ട് ഒരു കൊച്ചു ചോദ്യം അവളോട് ചോദിച്ചു, മോളെ ഇപ്പോൾ തലവേദന കുറവുണ്ടോ? അവൾ പറഞ്ഞു, കുറവുണ്ട്. ഞാൻ അവളോട് 2ാമത്തെ ചോദ്യം ചോദിച്ചു, നിനക്ക് മൊബൈൽ ഫോൺ ഉണ്ടോ? അവൾ ആദ്യം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഞാൻ വീണ്ടും എടുത്തു ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞു. നിനക്ക് മൊബൈൽ ഫോൺ ഉള്ള വിവരം നിൻ്റെ അപ്പനും അമ്മയ്ക്കും അറിയാമോ? ഇല്ല. അവൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വിവരം അപ്പനും അമ്മയ്ക്കും അറിയില്ലത്രേ. ഞാൻ ചോദിച്ചു, എത്ര നാളായി നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? അവൾ 1.5 വർഷമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അവളുടെ മൊബൈൽ ഫോൺ ഒരു പ്രാവശ്യം പോലും റിങ് ചെയ്തിട്ടില്ല. കാരണം അത് എപ്പോഴും സൈലൻറ്റിലായിരിക്കും. രാത്രി 11 മണിക്ക് ശേഷം അത് വൈബ്രേറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ, അത് വിറയ്ക്കുക മാത്രമേ ഉള്ളൂ. അതാണ് അവളുടെ ഒരു വലിയ അവസ്ഥ എന്ന് പറയുന്നത്. അവൻ മേടിച്ചു കൊടുത്തിരിക്കുന്നതാണ് അത്രേ അവൾക്ക് ആ മൊബൈൽ ഫോൺ. അവൾ സ്നേഹിക്കുന്ന പുരുഷൻ അവൻ മേടിച്ചു കൊടുത്തിരിക്കുന്നതാണ് ഈ മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോൺ അവൾ വാങ്ങിയിട്ട് ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് രാത്രി മുഴുവൻ അവൾ പ്രണയിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള സല്ലാപം. 11 മണിക്ക് ആ സല്ലാപം ആരംഭിച്ചാൽ വെളുപ്പിന് 4 മണി വരെ അവനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും അത്രേ. 1.5 വർഷമായിട്ട് തുടർന്നു കൊണ്ടുപോകുന്ന ഈ പ്രോസസ്സ്. 4 മണി വരെ പ്രണയിക്കുന്ന വ്യക്തിയുമായിട്ട് സംസാരിച്ചിട്ട് 4 മണിക്ക് അവൾ കിടന്നുറങ്ങും. എഴുന്നേൽക്കുന്നത് 5:30 മണിക്ക് അമ്മ വന്ന് വിളിക്കും, പഠിക്കാൻ എഴുന്നേൽപ്പിക്കും. 1.5 മണിക്കൂർ അവളുടെ രാത്രിയിലത്തെ ഉറക്കം. പിന്നെ എങ്ങനെയാണ് അവൾക്ക് തലവേദന ഇല്ലാതിരിക്കുന്നത്? അവളുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ അവളോട് മറ്റൊരു ചോദ്യം ചോദിച്ചു, മോളെ, ഈ കഴിഞ്ഞ 1.5 വർഷക്കാലം രാത്രി 11 മണി മുതൽ വെളുപ്പിനെ 4 മണി വരെ ഈ പയ്യനോട് നീ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടും നിനക്ക് സംസാരിക്കാനുള്ള സബ്ജക്റ്റ് തീർന്നു പോയില്ലേ മോളെ? ഈ ചോദ്യം കേട്ടപ്പോൾ അവൾ ചിരിച്ചിട്ട് പറഞ്ഞു, ഇല്ല അച്ഛാ, തീർന്നിട്ടില്ല. ഇനിയും എത്ര മണിക്കൂർ വേണമെങ്കിലും. ധ്യാനത്തിന് വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആ മൊബൈൽ ഫോൺ അച്ഛൻ എൻ്റെ കയ്യിട്ട് എടുത്തു തന്നു. ഞാൻ ഈ ധ്യാനം തീരുന്നിടം വരെ 24 മണിക്കൂറും എല്ലാ ദിവസവും വേണമെങ്കിൽ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. എൻ്റെ സബ്ജക്റ്റ് തീരില്ല. അത്രയ്ക്ക് എനിക്ക് അവനോട് പ്രണയമാണത്രേ. പ്രണയബന്ധത്തിൻ്റെ 1ാമത്തെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കി അവിടെ കുറിച്ചിട്ടു. അതിതായിരുന്നു, പ്രണയിക്കുന്ന വ്യക്തിയോട് എത്ര സംസാരിച്ചാലും തീരില്ലെന്ന്. എത്ര സംസാരിച്ചാലും തീരില്ല. പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എത്ര പ്രാർത്ഥിച്ചാലും മതിയാകുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ നിങ്ങളുടെ പരാതി? ചിലരൊക്കെ രാത്രി 12:30 മണിയാകുമ്പോൾ ടെലിഫോൺ ചെയ്യും നമ്മുടെ ഉറക്കം കളയാനായിട്ട്. വിളിച്ചിട്ട് പറയും, അച്ഛാ ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കമില്ല, പല ടെൻഷനാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ അവർക്കൊരു മരുന്ന് കുറിച്ച് കൊടുക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിലെ പാമ്പാക്കട നമസ്കാര പുസ്തകം ഉണ്ടെങ്കിൽ അത് എടുക്കുക. അതിൻ്റെ അകത്ത് ഈ രാത്രി പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ആ രാത്രി പ്രാർത്ഥന എടുത്ത് ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവേ എന്നുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന അങ്ങ് ചൊല്ലി അതിൻ്റെ പകുതിയാകുന്നതിന് മുമ്പ് നിങ്ങൾ ഉറങ്ങിയിരിക്കും, ഉറപ്പാണ്. അത് പലപ്പോഴും പ്രാക്ടിക്കലായിട്ടുണ്ട് കേട്ടോ, വിജയിച്ചിട്ടുണ്ട് ആ മരുന്ന്. കാരണം പ്രാർത്ഥന തുടങ്ങിയ നമ്മുടെ ആളുകൾ ഉറക്കം തുടങ്ങും. ഇത് നമ്മുടെ സ്വഭാവം. എത്ര ഉറക്കമില്ലാത്തവനും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഉറങ്ങും. എന്ന് പറഞ്ഞാൽ ആ പ്രണയബന്ധം പോയിട്ട് ഇഷ്ടമെന്നുള്ളൊരു തലത്തിലേക്ക് പോലും, സംസാരിക്കാനൊന്ന് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് പോലും നമ്മൾ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തലം. സഹോദരങ്ങളെ, അപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ എത്ര പ്രാർത്ഥിച്ചാലും മതിയാകുന്നില്ല എന്നുള്ള ഒരു ദൈവാനുഭവത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് കഴിയണം. എത്ര പറഞ്ഞാലും, ക്രിസ്തുവിനോട് എത്ര സംസാരിച്ചാലും എനിക്ക് മതി വരുന്നില്ല ഒരു ദൈവാനുഭവത്തിലേക്ക് നിങ്ങൾ വളർന്നാൽ അവിടെ നിങ്ങൾക്ക് അവനോട് പ്രണയമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രണയബന്ധത്തിൻ്റെ 2ാമത്തെ പ്രത്യേകത ആരെയും ഉപേക്ഷിക്കാൻ തയ്യാറാകുമെന്നുള്ളതാണ്. പ്രണയിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ആരെയും ഉപേക്ഷിക്കാൻ തയ്യാറാകും. ഇന്നലെ കണ്ടവനായിരിക്കും. പ്രണയിക്കുന്ന വ്യക്തിയുടെ വർഗം, വർണ്ണം, അതുപോലെ തന്നെ അവൻ്റെ നിറം, അവൻ്റെ സ്വഭാവം, അവൻ്റെ രൂപം, അവൻ്റെ പ്രായം, ഇതൊന്നും മറ്റേ ആൾക്ക് പ്രശ്നമല്ല. കാരണം പ്രണയബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത അവൻ്റെ സൗന്ദര്യം പോലും, ഇവൾ നോക്കുമ്പോൾ അവന് സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ അവൻ നോക്കുമ്പോൾ അവൾക്ക് സൗന്ദര്യമുണ്ടത്രേ. അതാണ് കണ്ടോ, എത്ര വിരൂപയാണ് അവളെങ്കിലും പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ ചോദിക്കും, ഓ നിൻ്റെ ഭാര്യ എത്രമാത്രം വിരൂപയാണ്, പക്ഷേ അവന് അവൾ സൗന്ദര്യമുള്ളവളാണ്.
നീ പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് ഇന്ന വൈരൂപ്യങ്ങളുണ്ടെന്ന് മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവൻ പറയും അതൊന്നുമല്ല, അതിനേക്കാൾ അവൾ സുന്ദരിയാണ്. കാരണം ആ പ്രണയിക്കുന്ന വ്യക്തി അത്ര സൗന്ദര്യമുള്ളവനായിട്ട് അവൾക്ക് തോന്നുന്നു. ക്രിസ്തുവിൻ്റെ ഒരു സൗന്ദര്യം ദർശിക്കുവാൻ പ്രാർത്ഥനകളിൽ നമുക്ക് കഴിയാറുണ്ടോ? എത്ര സംസാരിച്ചാലും തീരുന്നില്ല. അവന് വേണ്ടി ആരെയും ഉപേക്ഷിക്കുവാനുള്ളൊരു മനസ്സ് കണ്ടോ? പ്രണയിക്കുന്ന കാമുകന് വേണ്ടി അത്ര നാൾ വളർത്തി വലുതാക്കിയ കഷ്ടപ്പെട്ട അപ്പനെയും കയ്യോ കാലോ വളരുന്നു എന്ന് നോക്കി നിലത്തും വെക്കാതെ തലയിലും വെക്കാതെ ആ അമ്മ പൊക്കിക്കൊണ്ട് നടന്നിട്ട് ആ അമ്മയെയും ഒക്കെ മറന്ന് 10 മാസം ചുമന്നു പെറ്റ ഉദരത്തെയും ഏറെ സ്നേഹിച്ച് കൂടെ കളിച്ചു വളർന്ന സഹോദരങ്ങളെയും കൂട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം വിട്ട് സ്നേഹിക്കുന്ന ഒരുവന് വേണ്ടി ഒരു നാൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും വേണമെങ്കിൽ ഇല്ലാതെ തന്നെ ഇറങ്ങിപ്പോകുവാൻ മടിയില്ലാത്തവനാണ് ഒരു കാമുകനും കാമുകിയും എന്ന് തിരിച്ചറിയണം. ഈ ഒരു റിലേഷൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് തോന്നാറുണ്ടോ? അത് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ളൊരു ചോദ്യം. ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി എന്തും ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയാറുണ്ട്. നമുക്ക് വിലയുള്ളതിനെ ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? നമുക്ക് വിലപ്പെട്ടത് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. പ്രണയിക്കുന്ന വ്യക്തിയുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഭക്ഷണം പോലും ചിലർ കഴിക്കേണ്ടത് ഓർക്കാറില്ലത്രേ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യൻ്റെ ആവശ്യ ഘടകമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളെ പോലും രണ്ടാമതായി മാത്രം കാണുന്നു. പ്രണയിക്കുന്ന ആളുമായിട്ടുള്ള ബന്ധത്തെ പ്രഥമമായി കാണുന്ന ഒരു അനുഭവം. സഹോദരങ്ങളെ, ഈ ഒരു ദൈവിക ബന്ധത്തിലേക്ക് നമ്മൾ വളരണമെന്നുള്ളതാണ്. ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം ഇവിടെ ഈ വായിച്ചു കേട്ട വചനഭാഗത്തിൽ നിന്ന് ഈ ഒരു ചിന്തയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഈ ഒരു പിരിയാത്ത ബന്ധമായിരുന്നു, ഈ ഒരു ചേർന്ന് നിൽക്കുന്ന ബന്ധമായിരുന്നു. ആ ഒരു ബന്ധത്തിൽ നിന്നാണ് ആത്മാവ് ആ ഒരവസ്ഥയിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് എൻ്റെ മക്കളായി തീരുന്നതെന്ന് പറയും. കാരണം ഒരു വ്യക്തിയുടെ രക്തബന്ധം എന്ന് പറയുന്ന ഒരു തലമുള്ളതുപോലെ തന്നെ ഒരാത്മബന്ധമാണ്. യേശുവിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവും എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവും ഒരേ ആത്മാവും, യേശുവിൻ്റെ ഉള്ളിലുള്ള ആത്മാവും എൻ്റെ ഉള്ളിലെ ആത്മാവും ഒരേ ആത്മാവാകുമ്പോൾ അതൊരാത്മബന്ധമായി മാറുന്നു. നമ്മുടെ രക്തബന്ധം എന്നൊക്കെ പറയാറില്ലേ? അപ്പനും മക്കളും തമ്മിലുള്ള രക്തബന്ധം, അമ്മയും മക്കളും തമ്മിലുള്ള രക്തബന്ധം. ഈ രക്തബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറയും എന്ന് പറയുന്നത് പോലെ ഒരാത്മബന്ധമുണ്ട്. അത് യേശുവിൻ്റെ ശിരകളിൽ ഓടുന്ന ആ ആത്മാവ് തന്നെ എൻ്റെ ശിരകളിലും ഓടുമ്പോൾ, യേശുവിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുന്ന ആ ആത്മാവ് തന്നെ എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുമ്പോൾ, യേശുവിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ കരങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ആ ആത്മാവ് തന്നെ എൻ്റെ കരങ്ങളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ദൈവമക്കളും എന്നുള്ള തലത്തിലേക്ക് വരികയാണ്. സഹോദരങ്ങളെ, ഈ ആത്മാവ് ക്രിസ്തുവിനെ പിരിയാതെ കൂടെ നിന്നിരുന്നു എന്നുള്ള ഒരു അനുഭവമാണ്. ഓരോ നിമിഷവും ഓരോ ചലനത്തിലും ക്രിസ്തുവിൻ്റെ ഓരോ ചലനത്തിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നു. ലാസറിന് ജീവൻ പകർന്ന സന്ദർഭത്തിൽ പോലും ലാസറെ പുറത്തു വരിക എന്ന ജീവന്റെ വചസ്സുകൾ തൻ്റെ അധരത്തിൽ നിന്ന് പുറത്തു വിടുമ്പോൾ നൊടിയിട കൊണ്ട് ഉള്ളിൽ നിന്ന് പുറത്തു വന്ന്, ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് ലാസറിൻ്റെ ചീഞ്ഞ ശരീരത്തിന് ജീവൻ പകർന്ന് അവനെ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് നിർത്തി യേശുവിൻ്റെ വാക്കുകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രണയമുണ്ട്. ക്രിസ്തുവുമായിട്ടുള്ള ഒരു ദൃഢമായ ബന്ധമുണ്ട്. ആത്മാവ് ആ ഒരു ബന്ധത്തിൻ്റെ തലത്തിൽ നിന്നുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം ക്രിസ്തുവിന് ആത്മാവുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, പിതാവ് സത്യത്തിൻ്റെ ആത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്കായി വരുമെന്ന്, ഞാൻ നിങ്ങൾക്കായി അയക്കുമെന്ന്. കണ്ടോ, എത്ര വലിയ ഒരു ബന്ധമാണ്. ഞാനിതിനെ ഒരു പ്രണയബന്ധവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ ഹൃദയം കോരിത്തരിച്ചത് ഈ ഒരു വചനം ധ്യാനിച്ചപ്പോൾ. കാരണം ഒരു താൻ സ്നേഹിക്കുന്ന കാമുകിയെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോരാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാമുകൻ തൻ്റെ കൂട്ടുകാരനോട് പറയുന്നൊരു വാക്കുപോലെ എനിക്കിതിനെ ധ്യാനിക്കാനായിട്ട് കഴിയുകയാണ്. അതായത് കാമുകിയെ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ പോവുക. വീട്ടിലവളെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇവൻ വിളിച്ചാൽ അവൾ വരും. അവൾക്ക് ചുറ്റും എത്ര മതിൽക്കെട്ടുകളുണ്ടെങ്കിലും വേലിക്കെട്ടുകളുണ്ടെങ്കിലും ഇവൻ വിളിച്ചാൽ അവൻ വന്നിരിക്കും. അതാണ് അവളും അവനും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് അവനെ കാത്തിരിക്കുന്ന അവൻ്റെ കൂട്ടുകാരോട് പറയുക, ഞാൻ പോകും, ഞാൻ പോയിട്ട് അവളോടൊന്ന് ചോദിക്കട്ടെ, മോളെ നീ എൻ്റെ കൂടെ വരുന്നോ? നീ വരുവാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോവാം എന്ന് ചോദിക്കട്ടെ എന്നൊന്നും അല്ല പറയുന്നത്. ഞാൻ അവളെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാ പറയാ. അവൻ്റെ ഉറപ്പാണ്. അതാ പ്രണയത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു ഉറപ്പാണ്. അതേ വാക്കുകളാണ് യേശു ഇവിടെ ആവർത്തിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, ഞാൻ കാര്യസ്ഥനെ ഇങ്ങോട്ടേക്ക് അയക്കും. കണ്ടോ, എൻ്റെ പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുമെന്നാ പറയുക. ഒരു അനുവാദം പോലും ചോദിക്കേണ്ട കാര്യമില്ല ആത്മാവിനോട്. കാരണം ആത്മാവും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം അത്രമേൽ ആഴമാണ്, അത്രമേൽ ദൃഢമാണ്. അതേ
ആത്മാവിനാൽ അതേ ആത്മാവ് നിന്റെ സിരകളിലും ഓടുമ്പോൾ, അതേ ആത്മാവ് നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ, അവിടെയാണ് നീ ദൈവമക്കൾ എന്നുള്ള, ദൈവമകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ള ദൈവാനുഭവത്തിലേക്ക് വളരുന്നത്. എത്രയോ ആഴമായൊരു സന്ദേശമാണ് കർത്താവ് നമുക്കിപ്പോൾ തന്നിരിക്കുക. ഓ ദൈവമേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പ്രണയപൂർവ്വം സമർപ്പിക്കുന്നു എന്നുള്ള ആ ഒരു പ്രാർത്ഥന അതായിരിക്കട്ടെ. ആ ഒരു ബന്ധം ഹൃദയപൂർവ്വമായൊരു ബന്ധം, പ്രകടനാത്മകമായ ബന്ധമല്ല, മറിച്ച് നമ്മുടെ ചലനങ്ങളിലൂടെയുള്ളൊരു ബന്ധമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി ഉള്ളിൽ നിന്നുള്ള ഒരു ദൈവാനുഭവം, ഹൃദയപൂർവ്വമായൊരു ബന്ധം. അവനെ നയിക്കുന്ന ആത്മാവ് തന്നെ എന്നെയും നയിച്ച് അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ തലത്തിലേക്ക് അത് വളരുന്ന ഒരു ദൈവാനുഭവം, അത് തന്നെ ദൈവാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ നാഥ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. പലവട്ടം ഈ വചനഭാഗം ഞങ്ങൾ ധ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അങ്ങുമായിട്ടുണ്ടാകുന്ന ബന്ധം എത്രമാത്രം ദൃഢതരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇഷ്ടമെന്ന തലത്തിൽ നിന്നൊക്കെ ഉപരിയായി സ്നേഹമെന്ന തലത്തിലേക്ക്, സ്നേഹമെന്ന തലത്തിൽ നിന്നും ഉപരിയായി പ്രണയമെന്ന തലത്തിലേക്ക് അങ്ങുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധത്തെ അവിടുന്ന് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കുന്നതാണ് ഇഷ്ടം എന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളെ സ്നേഹിക്കാത്തവരെ പോലും തിരിച്ചു സ്നേഹിക്കുന്നതാണ് സ്നേഹം എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നാൽ പ്രണയമെന്നത് ഞങ്ങളെ സ്നേഹിക്കാത്ത വ്യക്തിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന ഒരു ദൈവാനുഭവമാണ് പ്രണയമെന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, അങ്ങുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഈ ഒരു അനുഭവത്തെ പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വം സമർപ്പിക്കുന്നു. അമ്മേ, മാതാവേ, സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.